ഡേൺ ഓഫ് നോളജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു കിടുക്കാച്ചി സ്ഥലത്തേക്ക് പോകാം. കിടുക്കാച്ചി യാത്ര എങ്ങോട്ടാണെന്നല്ലേ പറയാം. വാ, നമ്മളിന്ന് പോകുന്നത് മൈക്രോവേവ് വ്യൂ പോയിന്റിലേക്കാണ്. അപ്പോൾ അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തന്നാലൊന്നും നിങ്ങൾക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങൾ മൈക്രോവേവ് വ്യൂ പോയിന്റിലേക്കുള്ള ആ ഒരു പച്ച കവാടമുണ്ട്. പച്ച നിറത്തിൽ നമുക്കത് കാണാൻ സാധിക്കും അവിടെ. അപ്പോൾ പച്ച നിറത്തിലുള്ള ആ കവാടത്തിൻ്റെ അകത്തേക്ക് കടന്നാൽ പിന്നെ 2 പേർക്ക് കഷ്ടി നടന്നു പോകാവുന്ന വഴിയാണ്. അപ്പോൾ അതിലൂടെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതിലൂടെ ഞങ്ങൾ ഇപ്പം എൻ്റെ പേരക്കുട്ടികളൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും അതിലെ നടന്നു മുകളിലേക്ക്. അപ്പോൾ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറണം. അപ്പോൾ 2 വശത്തും ഇഞ്ചപ്പുൽ വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇഞ്ചപ്പുൽ വളർന്നു നിൽക്കുന്ന വഴിയിലൂടെ ആ ചെങ്കൽ പാതയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കല്ലുകളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് മുകളിലേക്ക് കയറുന്നതെങ്കിലും കുഴപ്പമില്ല, കയറിപ്പോകാം നമുക്ക്. അപ്പോൾ ഇഞ്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നതുകൊണ്ട് ആ കാറ്റിന് ഒരു ഇഞ്ചപ്പുല്ലിൻ്റെ ഒരു സുഗന്ധമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്, കോടമഞ്ഞുണ്ട്. അവിടെ സ്ഥിരമായിട്ട് കോടമഞ്ഞ് വരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത്. അതുകൂടാതെ ചെറിയൊരു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും മഴ അങ്ങനെ ഞങ്ങളെ ശല്യം ചെയ്തില്ല. ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള കയറ്റമാണ്, അല്ലാതെ കുത്തനെയുള്ള കയറ്റമൊന്നുമല്ല. അപ്പോൾ നമുക്കധികം ഭാരമൊന്നും തോന്നില്ല, നടപ്പൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കാറ്റുമുണ്ട്, തണുപ്പുണ്ട്, മഞ്ഞുണ്ട്. ഇതൊക്കെ ആസ്വദിച്ച് നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറി അങ്ങോട്ട് ചെല്ലും തോറും നമുക്ക് കൂടുതൽ കാഴ്ചകൾ നമുക്ക് ദൃശ്യമാവുകയാണ്.
കുറച്ചുകൂടി മുകളിലേക്ക് ചെന്നപ്പോഴേക്കും ശരിക്കും മലകളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ. നീല നിറത്തിലും ചാര നിറത്തിലും ഒക്കെയുള്ള ഇങ്ങനെ അലസമായിട്ട് കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. മലകളിങ്ങനെ പല വർണ്ണങ്ങളിലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിങ്ങനെ ആലസ്യമാണ്ട് കിടക്കുന്നത് പോലെ തോന്നും. അങ്ങനെ മതിവരാത്ത കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചുറ്റും നല്ല കാറ്റും പിന്നെന്താണ്, അതുകൂടാതെ നല്ല വിശാലമായ പാറപ്പുറങ്ങളും ഒക്കെ അവിടെയുണ്ട്. അപ്പം ഞങ്ങൾ പാറപ്പുറത്ത് നിന്നൊക്കെ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി. മുകളിലേക്ക് ചെല്ലും തോറും നല്ല വിശാലമായ കാഴ്ചകളാണ്. അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പറഞ്ഞ മൈക്രോവേവ് വ്യൂ പോയിന്റിലേക്ക് ഒന്ന് പോകണം. അവിടെ ഓഫ് റോഡ് യാത്ര, അതായത് ബൈക്കിലൊക്കെ ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളത് ഒരിക്കലും മറക്കില്ല. ആ യാത്ര അത്രയ്ക്ക് രസകരമായിരിക്കും. അത് നല്ല തണുപ്പും മഞ്ഞും കോടമഞ്ഞും ഒക്കെ ആസ്വദിച്ച്, നല്ല ഇഞ്ചപ്പുല്ലിൻ്റെ സുഗന്ധമൊക്കെ ആസ്വദിച്ച് നല്ല രസകരമായിട്ട് യാത്ര ചെയ്യാം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ മുകളിൽ ഞങ്ങൾ ചെന്നപ്പോൾ കുറേ കൂടി കാഴ്ചകളൊക്കെ നല്ല വ്യക്തമായി തുടങ്ങി. ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്നു. അതൊക്കെ കുറേ ആസ്വദിച്ച് അവിടെ നിന്നതിന് ശേഷം അപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഞങ്ങൾക്ക് തിരിച്ചു പോരണമല്ലോ. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ ഇടുക്കി എന്ന സുന്ദരിക്കുട്ടി ഒളിപ്പിച്ചു വെച്ച കുറേ സ്ഥലങ്ങൾ ഇനിയും ഏറെയുണ്ട്. കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ അത്ഭുത കാഴ്ചകൾ ഇനിയും ഇടുക്കിയിൽ ഒരുപാടുണ്ട്. ഇരുട്ട് വീണോടെങ്കിൽ ചെറിയ മഴയും ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ മടങ്ങാമെന്ന് തീരുമാനിച്ചു. ഇനിയും വരണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ വിട്ടു. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.